ഇംഗ്ലീഷ് പഠിക്കുന്നവർ ഇതറിയാതെ പോവല്ലേ. ഈ പഴം പഴുത്തു. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? This banana is ripe. This banana is ripe. ഇത് ഏത് പഴങ്ങളുടെ കൂട്ടത്തിലും നമുക്ക് ചേർക്കാം ഈ റൈപ്പ് എന്നുള്ള പദം. ഓക്കെ, this banana is ripe. ഈ പഴം പഴുത്തു. ഈ പൂവ് വാടി. ഈ പൂവ് വാടി എന്നത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? This flower is withered. അല്ലെങ്കിൽ നമുക്ക് പറയാം this flower is faded. അതിൽ this flower is faded എന്ന് ഉപയോഗിക്കുന്നത് നിറം മങ്ങി ഒരു ഫ്രഷ്നെസ് ഇല്ലാതെ പോകുന്ന പൂവിന്റെ ഒരു അവസ്ഥയെ കാണിക്കുന്നതിനാണ്. ഈ ആപ്പിൾ ചീഞ്ഞു. ഈ ആപ്പിൾ ചീഞ്ഞു എന്ന് നമ്മൾ എങ്ങനെ പറയും? This apple is rotten. This apple is rotten. അപ്പോൾ ഈ ആപ്പിൾ ചീഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഫ്രൂട്ട്സിന്റെയും കാര്യത്തിലും ഇതുപോലെ തന്നെ റോട്ടൺ എന്നുള്ള പദം ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഫ്രൂട്ട്സിന്റെയും കൂടെ അത് കേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം റോട്ടൺ എന്ന്. ദിസ് ആപ്പിൾ ഈസ് റോട്ടൺ. ഈ ആപ്പിൾ ചീഞ്ഞു അല്ലെങ്കിൽ ആപ്പിൾ കേടായി. ഈ ഉരുളക്കിഴങ്ങ് മുളച്ചു. ഈ ഉരുളക്കിഴങ്ങ് മുളച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയും? ദിസ് പൊട്ടാറ്റോ ഈസ് സ്പ്രൗട്ടഡ്. ദിസ് പൊട്ടാറ്റോ ഈസ് സ്പ്രൗട്ടഡ്. അതുപോലെ ഏതെങ്കിലും പച്ചക്കറികൾ ഇതുപോലെ മുളച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളൊക്കെ മുളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രൗട്ടഡ് എന്ന പദം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ കേസിൽ ഇവിടെ ഉരുളക്കിഴങ്ങാണ് മുളച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ദിസ് പൊട്ടാറ്റോ ഈസ് സ്പ്രൗട്ടഡ് എന്ന് പറയുന്നു. ഇനി ഈ പച്ചക്കറി വാടി, അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെട്ട് വാടിക്കഴിയുമ്പോഴേക്കും നമ്മൾ പറയും ദിസ് വെജിറ്റബിൾ ഈസ് വിൽറ്റഡ്. ദിസ് വെജിറ്റബിൾ ഈസ് വിൽറ്റഡ് എന്ന് പറയാം. അപ്പം ഇതുപോലെ ഏത് സാധനങ്ങളും ഇതുപോലെ പച്ചക്കറികളാണെങ്കിൽ നമ്മൾ വിൽറ്റഡ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ എണ്ണ കാറി, ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അത് ചീത്തയായെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള എക്സ്പ്രഷൻ ഉണ്ട്. ദിസ് ഓയിൽ ഈസ് റാൻസിഡ്. ദിസ് ഓയിൽ ഈസ് റാൻസിഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് വെളിച്ചെണ്ണ അതുപോലെ ഏത് ഓയിലിന്റെ കൂട്ടത്തിലും നമുക്ക് അത് കേടായി പോയെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതെ ഇങ്ങനെ പറയാം. അടുത്തത് ഈ ചീസ് കെട്ടു അല്ലെങ്കിൽ ചീസ് പൂപ്പൽ കയറി ചീത്തയായി പോകുമ്പോഴേക്കും അതിനെ പറയുന്നത് ദിസ് ചീസ് ഈസ് മോൾഡി. ദിസ് ചീസ് ഈസ് മോൾഡി എന്നാണ് പറയുന്നത്. അതുപോലെ റൊട്ടി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടിയായി അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെടുമ്പോഴേക്കും നമ്മൾ പറയും ദിസ് ബ്രെഡ് ഈസ് സ്റ്റെയിൽ. താങ്ക് യു.